കഴിഞ്ഞ ശനിയാഴ്ച എടയാർ ഫാത്തിമ മാതപ്പള്ളിയിൽ യൂത്തിനൊരു സെമിനാർ ഉണ്ടായിരുന്നു. വിഷയം പ്രണയം, കല്യാണം, സെക്സ്. അവർക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് പറഞ്ഞു. അവരെഴുതി ഒരു ബോക്സിലിട്ടാൽ മതി, പേരെഴുതാതെ. അതിലൊരു ചോദ്യം ഇങ്ങനെയായിരുന്നു: എങ്ങനെയാണ് ടോക്സിക് ബന്ധങ്ങൾ തിരിച്ചറിയുന്നത്? തിരിച്ചറിഞ്ഞാൽ എങ്ങനെ ഒഴിവാക്കാം? ഇന്നത്തെ ഗോസ്പലിൽ ടോക്സിക് ബന്ധങ്ങൾ തിരിച്ചറിയാനുള്ള ചില സൂചനകൾ നൽകുന്നുണ്ട്. ടോക്സിക് അല്ലെങ്കിൽ വെരി ഡ്രെയിനിങ് പീപ്പിളിനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഒന്നാമത്തത്, ടോക്സിക് പീപ്പിൾ ആർ ആർഗ്യുമെൻറ്റീവ്. സുവിശേഷം ആരംഭിക്കുന്നത് ഫരിസേയർ വന്ന് ഈശോയോട് തർക്കിക്കാൻ തുടങ്ങിയെന്ന്. അവരൊന്ന് തർക്കിക്കുകയാണ്. അവരുടെ മെയിൻ ഇൻറ്റൻഷൻ തർക്കിക്കുക എന്നുള്ളതാണ്. സത്യം അറിയാനോ പഠിക്കാനൊന്നും അല്ല, തർക്കിക്കുക. മുമ്പിൽ നിൽക്കുന്ന ആൾ തോപ്പിക്കുക, അവരെ ചെറുതാക്കി കളയുക, ഡിസ്ക്രെഡിറ്റ് ചെയ്യുക. രണ്ടാമത്തത്, ടോക്സിക് പീപ്പിൾ ആർ ഡിമാൻഡിങ്. അവർ ഈശോയെ പരീക്ഷിക്കാനായി സ്വർഗത്തിനൊരു അടയാളം ആവശ്യപ്പെടുകയാണ്. അവരുടെ ഡിമാൻഡ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഒരു കാര്യം ചോദിക്കും, പിന്നെ അവർ ചോദിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് കൊടുക്കാൻ, കാരണം സ്വർഗത്തിനൊരു അടയാളം ആവശ്യപ്പെടുകയാണ്. ബുദ്ധിമുട്ടുള്ള ഡിമാൻഡ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഇനി ഏതെങ്കിലും ഡിമാൻഡ് നമ്മൾ കൊടുത്തില്ലെങ്കിലോ അവരതിൻ്റെ പേരിൽ നമ്മൾ ശരിക്കും ഹേർട്ട് ചെയ്യും, കുറ്റപ്പെടുത്തും. മൂന്നാമത്തത്, ടോക്സിക് പീപ്പിൾ ആർ എക്സോസ്റ്റീവ്. നമ്മളെ കംപ്ലീറ്റ് നമ്മുടെ എനർജി ഇങ്ങനെ ഡ്രെയിൻ ചെയ്തുകൊണ്ടും. ഈശോ പോലും ആത്മാവിൽ അഗാധമായി നെടുവീർപ്പിട്ടു എന്ന് പറയാം. നമ്മൾ മെൻ്റലി ടയർഡായിപ്പോയി, ഇമോഷണലി നമ്മൾ ടയർഡായിപ്പോയി. ഇയാളെ കാണേണ്ട കാര്യം, ഇയാളോട് വർത്തമാനം പോലും പറയേണ്ടില്ല എന്ന് നമുക്ക് തോന്നും. കാരണം അത്രയും നമ്മുടെ എനർജി ഇവർ സക്ക് ചെയ്ത് കൊണ്ടുപോകും. എക്സോസ്റ്റീവ് ആണ് അവർ. ടോക്സിക് പീപ്പിൾ ആർ ഡിസാറ്റിസ്ഫൈഡ്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ഹാപ്പി ആക്കാൻ പറ്റില്ല. ഈശോ എത്രയോ അത്ഭുതങ്ങൾ ചെയ്തു അവരുടെ മുന്നിൽ, എന്നിട്ട് അതൊന്നും അവർ പോരാ. അവർ വീണ്ടും അടയാളം ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഈശോ പറയും, ഇനി ഒരു അടയാളം ഞാൻ തരില്ല, ഞാൻ നിർത്തി, ഇനി ഞാൻ തരില്ല. കാരണം നിങ്ങളെ എനിക്ക് സന്തോഷിപ്പിക്കാൻ പറ്റില്ല, എൻ്റെ കയ്യിൽ ഇനി ഒന്നുമില്ല നിങ്ങളെ സന്തോഷിപ്പിക്കാൻ. ഇത് ടോക്സിക് പീപ്പിളുടെ ലക്ഷണങ്ങളാണ്. ഇനി ഇങ്ങനെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിട്ടുപോകണം. ക്വിറ്റ്. ഈശോ അതാ ചെയ്തത്. ഈശോ വഞ്ചിയെടുത്ത് മറുകരയിലേക്ക് പോയ പ്രദേശം തന്നെ നമ്മൾ വിട്ടുപോകണം.